സ്വപ്നം നമ്മളെല്ലാവരും കാണുന്നു. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് വരെ അത് പലർക്കും ഒരു തമാശ മാത്രമാണ്. പ്രതീക്ഷ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ ഉണർത്തുന്ന വലിയ ശക്തികൾ ഇവയാണ്. എന്നാൽ അതേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വരെ ലോകം അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടത്. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുവരെ പലരും അതിനെ തമാശയായി കാണുന്നു. നമ്മളെ കളിയാക്കും, നമുക്ക് പലതരത്തിലുള്ള ഉപദേശം നൽകും. ഇത് സാധ്യമാവില്ല കേട്ടോ, ഇത് വല്ലതും നടക്കോ, തന്നെ കൊണ്ട് പറ്റുന്നതാണോ ഇതൊക്കെ, നീ എന്തിനും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്, വെറുതെ കയ്യിലത്തെ കാശ് കളയണ്ട കേട്ടോ എന്നിങ്ങനെ പലതരത്തിലുള്ള ഹാസ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ വലിയ വിജയത്തിൻ്റെയും പിന്നിൽ ഒരിടവേളയിൽ ചെറുതായി കണക്കാക്കിയ, തമാശയായി കണ്ട അല്ലെങ്കിൽ നിരസിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പല മഹത്തായ വ്യക്തികൾക്കും ഇതേ അനുഭവം നേരിട്ടിട്ടുമുണ്ട്. വലിയ വിജയങ്ങൾ കൈവരിച്ചവർ ആദ്യം കളിയാക്കപ്പെട്ടവർ തന്നെയാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ. തോമസ് ആൽവ എഡിസൺ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വൈദ്യുതി ബൾബിൻ്റെ പിതാവെന്ന് വിശേഷിക്കപ്പെടുന്ന എഡിസൺ ഒരു വട്ടമല്ല 1000 വട്ടമാണ് പരാജയപ്പെട്ടത്. വൈദ്യുതി ബൾബ് കണ്ടെത്തുമ്പോൾ എത്ര വട്ടം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, ബൾബ് കത്തിക്കാൻ കഴിയാത്ത 1000 മാർഗങ്ങൾ എനിക്കറിയാമായിരുന്നു. ഓരോ പരാജയവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചവിട്ടുപടികളായി തന്നെ കണ്ടു. ലോകം അതിനെ കളിയാക്കി, സുഹൃത്തുക്കൾ വരെ ചിരിച്ചു. എന്താ വീണ്ടും പരാജയം? അദ്ദേഹം തോൽവിയെ ഗുരുവാക്കിയതിനാൽ ഒടുവിൽ ആ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചപ്പോൾ ലോകം അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നും ജീവിക്കാൻ തുടങ്ങി. ലോകം ആദ്യം കളിയാക്കും, പിന്നെ കൈയടിക്കും. അതങ്ങനെ തന്നെയാ. അബ്രഹാം ലിങ്കൺ US പ്രസിഡന്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പല പരാജയങ്ങൾ നേരിട്ട് ഒടുവിൽ US പ്രസിഡന്റായി തീർന്നു. അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ, കളിയാക്കലുകൾ ഒക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ വിജയിക്കുകയും ചെയ്തു, US പ്രസിഡന്റ് ആവുകയും ചെയ്തു. അതേപോലെ ഹാരി പോട്ടർ എന്ന കഥ നിങ്ങൾക്കറിയാലോ. ഹാരി പോട്ടർ ഒരു ആഗോള പ്രതിഭാസമായി മാറുന്നതിന് മുമ്പ് JK റൗളിങ്ങിൻ്റെ ഈ കഥയെ 12 പബ്ലിഷേഴ്സാണ് നിരസിച്ചത്. അവരെല്ലാം കളിയാക്കി, തനിക്ക് എഴുതാൻ കഴിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ JK റൗളിംഗ് ഇന്ന് ലോക പ്രശസ്തി നേടിയ ഒരു എഴുത്തുകാരിയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ചെറിയ സമ്പന്നനായ യുവാവിൻ്റെ കഥ ഓർക്കാം. നിസാര തൊഴിലിൽ നിന്ന് ആരംഭിച്ച് ക്യാപ്റ്റൻ രാജേഷ് ഇന്നൊരു ചെറു വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യം സുഹൃത്തുക്കൾ പോലും പറഞ്ഞിരുന്നു, ഇത് പാളും, മറ്റൊന്നും നോക്ക്, വെറുതെ ക്യാഷ് കളയാൻ നിൽക്കണ്ട. പക്ഷേ അദ്ദേഹം വിട്ടുപോകാതെ കഠിനമായി തന്നെ പ്രയത്നിച്ചു. ഇന്ന് അവൻ 100 കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നു. ഇന്നത്തെ അവർ പറയുന്നത്, എത്ര നല്ലൊരു പ്രവർത്തകനാണ് അവൻ. നമുക്ക് സ്വപ്നം കാണാം എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ആ സ്വപ്നം നിലനിർത്താൻ, അതിനായി കഷ്ടപ്പെടാൻ, പിന്നെ അതിനെ യാഥാർത്ഥ്യമാക്കാൻ എന്നും ആത്മവിശ്വാസം ആവശ്യമുണ്ട്. നമ്മൾ സ്വപ്നത്തിലേക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ഒരു ദിവസം അതിൻ്റെ വിജയഫലങ്ങൾ എല്ലാവർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടും. കളിയാക്കലുകൾ തന്നെ കൈയടിക്കാനും തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മോട് പറയണം, എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കയ്യിൽ തന്നെയാണ്. ഇതൊരു തമാശയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഒരിക്കൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഈ പരിഹസിച്ചവർ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യും. സമ്മർദ്ദങ്ങൾ, ഉപദേശം, കളിയാക്കൽ ഇവയെല്ലാം കാറ്റിൽ വിടേണ്ടത് ഞാൻ തന്നെയാണ്. വിജയത്തിൻ്റെ വഴിയിൽ ഒരു വലിയ മാനസിക ശക്തിയും വിശ്വാസവും ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്ന സ്വപ്നം മറ്റുള്ളവർക്ക് തമാശയായി തോന്നുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമതായി, നമ്മൾ ചിന്തിക്കുന്ന ലക്ഷ്യം അവർക്ക് കാണാൻ കഴിയില്ല. നമ്മൾ കാണുന്ന വഴി, നമ്മുടെ ദീർഘദൂര ലക്ഷ്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമതായി, അവർ നമ്മളെ ഭയപ്പെടുന്നു.
നിങ്ങൾ വിജയിച്ചാൽ അവർക്കത് തോൽവിയായി തോന്നും. അതിനാൽ അവർ നമ്മളെ സംശയത്തിലാക്കാൻ ശ്രമിക്കും, നിരസിക്കും, ഹാസ്യം കാണിക്കും, താഴേക്ക് ചവിട്ടി താഴ്ത്താനും ശ്രമിക്കും. എന്നേക്കാൾ വിജയിക്കുമോ എന്ന പേടിയാണ് അവർക്കുള്ളത്. മൂന്നാമതായി, പുതിയതിനെ അവർ എപ്പോഴും പ്രതിരോധിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങാനുള്ള മനസ്സും ധൈര്യവും അവർക്കില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സ്വന്തം സ്വപ്നത്തിൽ വിശ്വാസം വയ്ക്കുക, ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഓരോ ദിവസവും ഒരു ചെറിയ കാര്യങ്ങളും നമുക്കതിനു വേണ്ടി ചെയ്യാം. പരാജയം വന്നാൽ അതിൽ നിന്നങ്ങ് പഠിക്കണം. ഉപേക്ഷിക്കാതെ ഫലപ്രാപ്തി ആവുന്നതുവരെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ഇന്നത്തെ തമാശകൾ നാളെയുടെ കയ്യടിയാകുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വിജയം നമ്മുടെ കൈക്കുള്ളിൽ തന്നെയാണ്. സ്വപ്നം കാണാൻ ഭയപ്പെടരുത്. ലോകം കളിയാക്കുമെന്ന് ഭയന്നാൽ ഒരുപാട് സ്വപ്നങ്ങൾ മിണ്ടാതെയായി മടങ്ങിപ്പോകും. നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ മാത്രം കാണുന്നു. അതിനാൽ അതിൻ്റെ യാഥാർത്ഥ്യം കാണിക്കുന്നവരും നമ്മൾ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ലോകം ചിരിക്കും, എന്നാൽ നാളെ ലോകം കൈയടിക്കും. അതിൻ്റെ ഇടയിൽ നീ പ്രവർത്തിക്കണം. നീ സ്വപ്നം കാണണം, വിശ്വസിക്കണം, മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ജീവിക്കൂ, അതിനുവേണ്ടി വിജയിക്കൂ. കാരണം നിന്റെ വിജയമാണ് നിന്നെ ഇന്നോ നാളെയോ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ലോകം പറയുന്നത് കേട്ടു നിൽക്കുന്നവരല്ല, ലോകം കൈയടിക്കുന്ന ദിവസം വരെ കഠിനമായി പ്രവർത്തിക്കുന്നവരാണ് വിജയികൾ. അതാണ് യഥാർത്ഥ വിജയത്തിൻ്റെ വഴി. ആ ദിവസം അങ്ങേയറ്റം അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം. ഐ ആം ദ ഹീറോ ഓഫ് മൈ ലൈഫ്.